ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര കേരളത്തിലേക്ക് കടന്നിരിക്കുന്നു. കണ്ണൂർ ജില്ല പിന്നിട്ട് കോഴിക്കോടേക്ക് കടന്ന മൃതദേഹം സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഏറ്റുവാങ്ങി. കാർവാർ എം.എൽ.എ. സതീഷ് കൃഷ്ണസേലും മഞ്ചേശ്വരം എം.എൽ.എ. എ.കെ.എം. അഷ്റഫും ഷിരൂരിലെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും വിലാപയാത്രയ്ക്ക് ഒപ്പമുണ്ട്. അതേസമയം മോന്റെ അടുത്ത് തീരെ നിൽക്കാൻ പറ്റുന്നില്ല. ഈ പണി ഒഴിവാക്കി പഴയ പെയിന്റിംഗ് പണി തന്നെ നോക്കണം. ലോറിയുമായി യാത്ര തുടങ്ങും മുമ്പ് അവസാനമായി സുഹൃത്തുക്കളുമായി ഒരുമിച്ച് കൂടിയപ്പോൾ അർജുൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ഇന്നലെ കാർവാറിൽ നിന്ന് അർജുൻ അവസാന യാത്ര തുടങ്ങിയിരുന്നു. അർജുന് ചിതയൊരുങ്ങാനുള്ള അവസാന നിമിഷത്തിലാണ് സുഹൃത്തുക്കളുമായി പങ്കുവച്ച വിവരങ്ങൾ ഇപ്പോൾ അവർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏഷ്യാനെറ്റിനോടാണ് അവർ പ്രതികരിച്ചത്. 2.5 വയസ്സുകാരനായ അയാന്റെ കുസൃതികൾ അത്രയേറെ കാണാൻ ആഗ്രഹിച്ച ഒരു അച്ഛനായിരുന്നു അർജുൻ. ലോറിയുമായി ഇറങ്ങിയാൽ പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞാലാണ് തിരികെ എത്താനാവുക. ഏറെ ഇഷ്ടമുള്ള ജോലിയാണെങ്കിലും കുട്ടിയെ കണ്ടുകൊണ്ടിരിക്കാനാണ് അർജുൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഡ്രൈവിംഗ് നിർത്തണമെന്ന് അർജുൻ പറഞ്ഞിരുന്നതായി നിതിനും സുഹൃത്തുക്കളും പറഞ്ഞത്. 71 ദിവസങ്ങൾക്ക് ശേഷം അർജുൻ ഓടിച്ച ലോറി പുഴയിൽ നിന്ന് പൊക്കിയെടുത്തപ്പോഴും ക്യാബിനിൽ നശിക്കാതെ കിടന്നിരുന്നത് അയാന് വേണ്ടിയുള്ള കളിപ്പാട്ടങ്ങൾ തന്നെയായിരുന്നു. ഈ കളിപ്പാട്ടം കണ്ടെടുത്തത് മലയാളികളെ നെഞ്ചുനീട്ടുന്ന സംഭവമായി മാറ്റുകയും ചെയ്തു. അവന്റെ വിയർപ്പു വീണ മണ്ണിൽ അന്ത്യവിശ്രമം വേങ്ങേരി കണ്ണാടിക്കലിലെ ആ ഇരുനില വീടിനോട് ചേർന്നുള്ള വീടിനായി എല്ലാ കാര്യങ്ങളും ചെയ്തത് അർജുനായിരുന്നു. അവന്റെ വിയർപ്പു വീണ മണ്ണിൽ തന്നെ അന്ത്യവിശ്രമവും. വേങ്ങേരി കണ്ണാടിക്കലിലെ ആ ഇരുനില വീടിനോട് ചേർന്നുള്ള ഭൂമിയിൽ അർജുന്റെ അന്ത്യവിശ്രമത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഉച്ചയോടുകൂടി സംസ്കാരം നടത്തും. എത്ര അകലത്തേക്കുള്ള ലോഡാണെങ്കിലും അതിന് തയ്യാറായി ലോറിയുമായി പോയതും സാമ്പത്തികമായി ഉണ്ടായ ആ ചെറിയ ബാധ്യത തീർക്കാനായിരുന്നു. ഡ്രൈവർ ജോലിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് പെയിന്റിംഗ് വർക്കുകൾ സ്വന്തമായി ഏറ്റെടുത്ത് ചെയ്ത വ്യക്തിയായിരുന്നു അർജുൻ. അവന്റെ വീടിന്റെ മുഴുവൻ പെയിന്റിങ്ങുകളും ഒറ്റയ്ക്ക് ചെയ്തത് അർജുനും സുഹൃത്തുക്കളും കൂടിയായിരുന്നു. നിതിൻ ഓർത്തെടുക്കുന്നു. നിതിനെ കൂടാതെ കിരൺ, സനൽ, വിഷ്ണു, വൈശാഖ്, റസൂൽ, വിഘ്നേഷ് തുടങ്ങിയവരും ചെറുപ്പം മുതൽ അർജുന്റെ സുഹൃത്തുക്കളാണ്. മകൻ അയാന്റെ 2ാം പിറന്നാൾ ആഘോഷത്തിന് എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. നിതിനാണ് അർജുനെ കാറിൽ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്. പിന്നീട് ഡ്രൈവിംഗിനോട് അതിയായ ഇഷ്ടമുള്ള ഒരാളായി അർജുൻ മാറുകയായിരുന്നു. മകനോടും കുടുംബത്തിനോടുമൊപ്പം അധിക സമയം ചെലവഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു അർജുൻ. അതുകൊണ്ട് തന്നെയാണ് ഡ്രൈവിംഗ് വേണ്ടെന്ന് വെച്ച് പെയിന്റിങ്ങിലേക്ക് തിരിയാൻ അർജുൻ തയ്യാറായതും. ഇതെല്ലാം സുഹൃത്തുക്കളോട് അർജുൻ പറഞ്ഞിരുന്നു. കുട്ടിക്കായി വാങ്ങിവെച്ച കളിപ്പാട്ടവുമായി അർജുൻ അങ്ങനെ ആ മണ്ണിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്.